കഴിഞ്ഞ യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് യോഗ്യത നോക്കാതെ വാരിക്കോരി നിയമനങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകന് കോർപ്പറേറ്റ് എക്സാമിനേഷൻ ചെയർമാനായി നിയമനം നൽകിയത് മുതൽ വനിതാ ലീഗ് നേതാവിന്റെ മകനെ ഐ.ടി.ഐ സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കിയതടക്കം 100ഓളം നിയമനങ്ങളാണ് യോഗ്യത പാലിക്കാതെ നടപ്പാക്കിയത്. സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മന്ത്രിമാരുടെ ബന്ധുക്കളെ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നതിനിടെ സമാന സംഭവങ്ങൾ യു.ഡി.എഫ് ഭരണകാലത്തും നടന്നതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ അമ്മാവന്റെ മകളുടെ ഭർത്താവായ ഐ.എൻ.ടി.യു.സി നേതാവ് കുഞ്ഞില്ലംപള്ളിയെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് സഹകരണ പരീക്ഷാ ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചത്. സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗക്കയറ്റമടക്കം നടത്തുന്നത് ഈ ബോർഡാണെന്നിരിക്കെ അടുത്ത ബന്ധുവായ കുഞ്ഞില്ലംപള്ളിയെ നിയമിച്ചത് അന്നേറെ വിവാദമായിരുന്നു. മുൻ മന്ത്രി അനൂപ് ജേക്കബിന്റെ സഹോദരി അമ്പിളി ജേക്കബിനെ കേരള സ്റ്റേറ്റ് ഐ.ടി ഇൻഫ്രാസ്ട്രക്ചറിന്റെ മാർക്കറ്റിംഗ് മാനേജരായി നിയമിച്ചത് യു.ഡി.എഫ് ഭരണകാലത്താണ്. 10 വർഷത്തെ മുൻപരിചയമുണ്ടെന്ന് വ്യാജരേഖ സൃഷ്ടിച്ചതിന് വിജിലൻസ് അമ്പിളിയെ പ്രതി ചേർത്തിരിക്കുകയാണ്. കെ എം മാണിയുടെ മരുമകനായ എം.ഡി. ജോസഫിനെ ഷിബു ബേബി ജോണിന്റെ ഉപദേശകനാക്കി. മുൻ സ്പീക്കറായ ജി കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ എം.ഡി. സുലേഖയെ സർവ്വവിജ്ഞാന കോശത്തിന്റെ ഡയറക്ടറായും വി.എസ്. ശിവകുമാറിന്റെ അനിയൻ വി.എസ്. ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായി നിയമിക്കുന്നതും യു.ഡി.എഫ് ഭരണകാലത്താണ്. മുസ്ലിം ലീഗ് എം.എൽ.എ. ഉമ്മർ മാസ്റ്ററുടെ മകളുടെ ഭർത്താവ് പി. അബ്ദുൽ ജലീലിനെ ഓപ്പൺ സ്കൂളിന്റെ പുതിയ രൂപമായ സ്കോൾ കേരളയിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് നിയമിച്ചത്. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ ഭർത്താവിനെ ദേശീയ ഗെയിംസിന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. എം.എൽ.എ. മോൻസ് ജോസഫിന്റെ അനിയൻ അഡ്വക്കേറ്റ് റജി ജോസഫിനെ ഹൈക്കോടതിയിൽ പ്ലീഡറായി നിയമിച്ചു. വി.എസ്. ശിവകുമാറിന്റെ അടുത്ത ബന്ധു ആർ.വി. രാജേഷിനെ യുവജന കമ്മീഷന്റെ ചെയർമാനാക്കി. വനിതാ ലീഗ് നേതാവിന്റെ മകൻ കെ.പി. നൌഫലിനെ ഐ.ടി സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചതും യു.ഡി.എഫ് ഭരണകാലത്താണ്. സ്വജനപക്ഷപാതം ആരോപിച്ച് മുറവിളി കൂട്ടുന്ന യു.ഡി.എഫുകാരുടെ കാലത്ത് നടന്ന നിയമനങ്ങളിലും ബന്ധുസ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മാധ്യമവിലക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി. ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉമേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, മാധ്യമപ്രവർത്തകർക്ക് സുഗമമായ റിപ്പോർട്ടിങ്ങിനുള്ള അവസരം ഹൈക്കോടതിയിൽ ഒരുങ്ങുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന സൂചനയാണോ മുഖ്യമന്ത്രി നൽകിയത്? ഗിരീഷ്മ, അങ്ങനെ നമുക്ക് കണക്കാക്കാം. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കണ്ടത്. നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ കയറാനുള്ള വിലക്ക് സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമ മേധാവികൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെ കണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് ജസ്റ്റിസിനെ കണ്ടത്. എ.ജിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമായും 2 കാര്യങ്ങളാണ് ഉറപ്പ് നൽകിയത്. ഒന്ന്, ഇത് സംബന്ധിച്ച, അതായത് മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ കയറാനാകുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകർ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് രജിസ്ട്രാറോട് മറുപടി നൽകാൻ വേണ്ടി ആവശ്യപ്പെടാം അല്ലെങ്കിൽ നിർദ്ദേശിക്കാം എന്ന ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നേരത്തെ രജിസ്ട്രാർ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കില്ല എന്ന കാര്യം ഔദ്യോഗികമായി അല്ലെങ്കിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അക്കാര്യവും പരസ്യമായി പ്രഖ്യാപിക്കാൻ രജിസ്ട്രാറോട് നിർദ്ദേശിക്കാം എന്നും ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതായത് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതായി പിണറായി വിജയൻ പറഞ്ഞു. ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രതീക്ഷ എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഇതുകൂടാതെ മറ്റൊരു കാര്യവും മുഖ്യമന്ത്രി ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതായത് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം പിന്നീട് കോടതിയെ പ്രതിക്ക് സമീപിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് ജാമ്യാപേക്ഷയ്ക്കോ മറ്റോ സമീപിക്കണമെങ്കിൽ തുടർച്ചയായി അവധി വരുന്ന ദിവസങ്ങളാണെങ്കിൽ അതിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ ദിവസങ്ങൾ പ്രതിക്ക് ഈ കസ്റ്റഡിയിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനവും മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ പ്പെടുത്തുകയുണ്ടായി. എന്നാൽ അക്കാര്യവും പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് ചീഫ് ജസ്റ്റിസ് മറുപടി നൽകിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉമേഷ്, മുൻപ് നടന്ന ചർച്ചകളിൽ മാധ്യമപ്രവർത്തകർക്ക് അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടായെങ്കിലും അഭിഭാഷകർക്ക് ഒരു നിഷേധാത്മക നിലപാടാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലോടെ പ്രശ്നങ്ങൾ ആത്യന്തികമായി പരിഹരിക്കപ്പെടുന്നു എന്ന സൂചനയാണോ ഇന്നത്തെ ചർച്ചയിലൂടെ ഉണ്ടായത്?
തീർച്ചയായും ഗിരീഷ്, ഇതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ വിലക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് ഉറപ്പു നൽകുകയും ചെയ്തു. അതിലൊന്നാണ് ഇത്തരത്തിൽ ഈ രജിസ്ട്രാർ ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. മാധ്യമ പ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ വരുന്നതിന് തടസ്സമില്ല എന്ന് പരസ്യമായി ഇതുവരെ പ്രഖ്യാപിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് പ്രഖ്യാപിക്കാം എന്ന് ഉറപ്പു നൽകുന്നതോടെ മാധ്യമ പ്രവർത്തകർക്ക് അത്തരത്തിൽ കയറിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ മറുപടി കൊടുക്കാമെന്നുള്ള കാര്യം രജിസ്ട്രാറോട് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഒരു പരാതി മാധ്യമപ്രവർത്തകർ രജിസ്ട്രാർക്ക് നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇതുവരെ മറുപടി കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അതും ഉടൻ തന്നെ മറുപടി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകുന്നതോടെ ഈ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മാധ്യമവിലക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ജമ്മു കാശ്മീരിലെ പാമ്പോറിൽ സർക്കാർ കെട്ടിടത്തിൽ കയറിയ ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രണ്ടാം ദിവസവും തുടരുകയാണ്. ഒരു ഭീകരനെ പോലും കൊലപ്പെടുത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണമില്ല. 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സൈന്യം റോക്കറ്റ് ലോഞ്ചറുകളും ഗ്രനേഡ് ആക്രമണവും നടത്തി. അതേസമയം പാമ്പോറിലെ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ 40 കിലോമീറ്റർ അകലെ സൈനിക വാഹനത്തിന് നേരെ ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തി. 2 ദിവസം പിന്നിടുമ്പോഴും പാമ്പോറിൽ സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ രാവിലെ 6:30 പാമ്പോറിലെ സർക്കാർ മന്ദിരത്തിൽ ഭീകരർ കടന്നുകയറിയത്. ഇവിടെ ജോലി ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നവരുടെ ഹോസ്റ്റലിൽ ആക്രമണം നടത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈ നീക്കം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. 60-ൽ പരം മുറികളാണ് ഈ കെട്ടിടത്തിലുള്ളത്. വിവിധ മുറികളിൽ കയറിയിറങ്ങിയാണ് ഭീകരർ സൈന്യത്തിന് നേർക്ക് വെടിയുതിർക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടം മറിയാക്കിയാണ് ഭീകരരുടെ ആക്രമണം. ഇതുതന്നെയാണ് തിരിച്ചടി നീണ്ടുപോകുന്നതിലേക്കും വഴിവെക്കുന്നത്. റോക്കറ്റ് ലോഞ്ചറുകളും ഗ്രനേഡും ഉപയോഗിച്ചാണ് സൈന്യത്തിന്റെ പ്രത്യാക്രമണം. പാരാട്രൂപ്പ്, BSF, ജമ്മു കാശ്മീർ സ്പെഷ്യൽ ഫോഴ്സ് എന്നിവർ സംയുക്തമായാണ് തിരിച്ചടി നടത്തുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇതേ കെട്ടിടത്തിൽ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അന്ന് 3 ദിവസത്തിന് ശേഷമാണ് 3 ഭീകരരെ വധിച്ചത്. അതേസമയം പാമ്പോറിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ 40 കിലോമീറ്റർ അകലെയുള്ള ഷോപ്പിയാനിലും ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തി. സൈനികരുടെ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു ഗ്രനേഡ് ആക്രമണം. 4 CRPF ജവാന്മാർ ഉൾപ്പെടെ 8 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ശ്രീനഗറിലും ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ മുന്നറിയിപ്പ്. ഈ പശ്ചാത്തലത്തിൽ കാശ്മീരിലും ദില്ലിയിലെ സുപ്രധാന കേന്ദ്രങ്ങളിലും സുരക്ഷ കർശനമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിൽ പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം കുഴിച്ചാലിൽ മോഹനനെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടും ചുരുക്കം ചില വാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഹർത്താലിൽ പങ്കുചേർന്നു. CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ RSS സംഘം വെട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിൽ പങ്കാളികളാവുന്ന കാഴ്ചയായിരുന്നു കണ്ണൂരിൽ. വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടും ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങിയത്. ഇതര ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും 4 വീലറുകളുമാണ് നിരത്തിലിറങ്ങിയത്. സ്വകാര്യ ബസ്സുകൾ പോലും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. CPIMനെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കണ്ണൂരിൽ നടന്നത്. കൂത്തുപറമ്പിൽ CPIM പ്രവർത്തകൻ അനൂപിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതും, തില്ലങ്കേരിയിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി P ബാലനെ ആക്രമിച്ചതും, കണ്ണവത്ത് CPIM പ്രവർത്തകൻ കിരണിനെ ആക്രമിച്ചതും, കോട്ടയം പോരിൽ ബോംബ് നിർമ്മാണത്തിനിടെ RSS പ്രവർത്തകൻ മരിക്കാനിടയായതും അടക്കമുള്ള സംഭവങ്ങൾ ജില്ലയെ കലാപകലുഷിതമാക്കാനുള്ള RSS ശ്രമമാണെന്ന ജനങ്ങളുടെ തിരിച്ചറിവിന്റെ സാക്ഷ്യപത്രം കൂടിയായിരുന്നു ഇന്ന് നടന്ന ഹർത്താൽ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ ചക്കരക്കൽ പരിയാരത്ത് പോലീസ് റെയ്ഡിൽ RSS ശാഖാ കേന്ദ്രത്തിൽ നിന്നും ബോംബുകളും വടിവാളും കണ്ടെടുത്തു. ജോഷ്ല ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷ്ല, സംഭവവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആശങ്കാജനകമായ ഒരു സാഹചര്യമുണ്ടോ നിലവിൽ? ഗിരീഷ്മ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസ് നടത്തിയ റെയ്ഡിൽ ബോംബുകളും വടിവാളുകളും പിടിച്ചെടുത്തത്. ചക്കരക്കൽ പരിയാരത്ത് വെച്ചാണ് ബോംബുകളും വടിവാളുകളും പിടിച്ചെടുത്തത്. ശാഖാ കേന്ദ്രമായിരുന്നു. RSSന്റെ ശാഖാ പരിശീലന കേന്ദ്രം, ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു ഇവിടം. ഇവിടെയാണ് വൻതോതിലുള്ള ആയുധ ശേഖരം കണ്ടെടുത്തിട്ടുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് കണ്ണൂരിന്റെ ഒരു സാഹചര്യം വെച്ച്, സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വെച്ച് ഇന്നലെയായിരുന്നു RSS പ്രവർത്തകർ സംഘമായി വന്ന് CPIM പ്രവർത്തകനെ വെട്ടിക്കൊന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പോലീസ് റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിലാണ് RSS കേന്ദ്രത്തിൽ നിന്നും വടിവാളുകളും അതുപോലെ തന്നെ ബോംബ് ശേഖരവും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ഒരു അവസ്ഥ തികച്ചും ഭീതിതമായ ഒരവസ്ഥയിലേക്ക്, ഒരു ഭീകര പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് RSS പോകുന്നു എന്നുള്ള ആശങ്ക ജനങ്ങളിൽ വൻതോതിൽ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ എന്തായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള കാര്യത്തിലും ജനങ്ങൾ ഭീതിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പോലീസ് റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. വിജയദശമി ദിനമായ ഇന്ന് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിലും ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിനുമൊപ്പം വിവിധ ക്ഷേത്രങ്ങളിലും കലാസാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു. ഭാഷാപിതാവിന്റെ തട്ടകത്തിൽ ആയിരങ്ങളാണ് അറിവിന്റെ ആദ്യാക്ഷരം തേടിയെത്തിയത്. പുലർച്ചെ 5 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ സാഹിത്യകാരും എഴുത്തുകാരും അക്ഷരസന്നിധിയിലെ സരസ്വതി മണ്ഡപത്തിലും പാരമ്പര്യ എഴുത്താശാന്മാർ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും അക്ഷരമധുരം പകർന്നു. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഭാഷയുടെ മഹത്വം വണങ്ങാൻ ജാതിമതഭേദമില്ലാതെ ആളുകളെത്തുന്നുവെന്ന പ്രത്യേകതയും തുഞ്ചൻ പറമ്പിലുണ്ട്. കോട്ടയം പരുച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും ആയിരങ്ങൾ അക്ഷരമധുരം നുകർന്നു. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിലും വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭം കുറിച്ചത്. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഹരിശ്രീ ഗണപതായേ നമഃ എന്ന വിദ്യാരംഭ മന്ത്രം ഏറ്റുചൊല്ലിക്കൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് വിജയദശമി ദിനത്തിൽ അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തിയത്. തന്ത്രി രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിൽ മൂകാംബിക ക്ഷേത്രത്തിലെ മറ്റു തന്ത്രിമാരും പൂജാരിമാരും വിദ്യാരംഭത്തിന് നേതൃത്വം നൽകി. പുലർച്ചെ 4 മണിക്ക് തന്നെ വിദ്യാരംഭത്തിന് തുടക്കമായി. അച്ഛനമ്മമാരുടെ മടിത്തട്ടിലിരുന്ന് തളകിയിൽ നിറച്ച അരിയിലാണ് കുഞ്ഞുങ്ങൾ അറിവിന്റെ ഹരിശ്രീ കുറിച്ചത്. രാത്രി മുഴുവൻ കാത്തുനിന്നാണ് പലരും തങ്ങളുടെ ഊഴം കണ്ടെത്തിയത്. നേരം പുലർന്നതോടെ തിരക്ക് വീണ്ടും വർദ്ധിച്ചു. അക്ഷരദേവതയായ സരസ്വതി ദേവിയുടെ സന്നിധിയിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ആദ്യാക്ഷരം കുറിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അച്ഛനമ്മമാർ എത്തിയത്. കുഞ്ഞിന് ചോറൂണും മൂകാംബികയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പം എന്തായാലും വിദ്യാരംഭവും ഇവിടെ നിന്ന് തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ വരണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോഴാണ് സാധിച്ചത്. മോനുണ്ടായതിനു ശേഷം വിദ്യാരംഭം കുറിച്ചവരിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെയും സാന്നിധ്യമുണ്ടായി. വിദ്യാരംഭത്തോടുകൂടിയാണ് മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപ്തം. അക്ഷരദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹം തേടി ഇത്തവണയും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ശ്രീ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ വിദ്യാരംഭം കുറിക്കാനെത്തിയിരിക്കുന്നത്. മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഈ സർക്കാരിന്റെ കാലത്ത് ലോഡ് ഷെഡിംഗും പവർ കട്ടും ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പവർ കട്ടും ഉണ്ടായാൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഞങ്ങൾ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പരിമിതമായ ജലം ഉപയോഗപ്പെടുത്തി പരിമിതമായിട്ട് ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുക, പുറത്തുള്ള വൈദ്യുതി ഇപ്പോൾ ഉപയോഗിക്കുക, ആ സന്ദർഭത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. ഈ നിലയിലുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകാം. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് KK മാമക്കുട്ടിയുടെ സംസ്കാരം തൃശൂർ ഊരകത്തെ വീട്ടുവളപ്പിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാർ, MPമാർ, MLAമാർ തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അരനൂറ്റാണ്ടോളം കാലം തൃശൂരിൽ പ്രസ്ഥാനത്തെ നയിച്ച പ്രിയ നേതാവിന് പാർട്ടി പ്രവർത്തകർ നൽകിയത് വികാരനിർഭരമായ യാത്രയപ്പായിരുന്നു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെയും ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിലെയും പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായാണ് മാമക്കുട്ടിയുടെ മൃതദേഹം ഊരകത്തെ വീട്ടിലെത്തിച്ചത്. വീട്ടുവളപ്പിൽ വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംസ്കാരം. സഹോദരപുത്രൻ മധു ചിതയ്ക്ക് തീകൊളുത്തിയപ്പോൾ ചുവപ്പ് സേനാംഗങ്ങൾ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാരായ AC മൊയ്തീൻ, പ്രൊഫസർ രവീന്ദ്രനാഥ്, PK ബിജു MP, MLAമാർ തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഒപ്പം ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു. KK മാമക്കുട്ടിയുടെ മരണവിവരം അറിഞ്ഞതു മുതൽ ആശുപത്രിയിലേക്കും പൊതുദർശനത്തിന് വെച്ച CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിലേക്കും നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാരായ AK ബാലൻ, AC മൊയ്തീൻ, പ്രൊഫസർ രവീന്ദ്രനാഥ്, MPമാർ, MLAമാർ തുടങ്ങി നിരവധി പ്രമുഖർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അന്തരിച്ച നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 35 കൊല്ലം CPIM ജില്ലാ സെക്രട്ടറിയായും 40 കൊല്ലം സംസ്ഥാന സമിതി അംഗവുമായും പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞുനിന്ന KK മാമക്കുട്ടിക്ക് ജനമനസ്സിലുള്ള
സ്വാധീനവും ഇടവും വ്യക്തമാക്കുന്നതായിരുന്നു സംസ്കാര ചടങ്ങിലും മറ്റും പങ്കെടുത്ത ജനസഞ്ചയം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തമിഴ്നാട്ടിലെ ഭരണകാര്യങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ ഇടക്കാല സംവിധാനം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് DMK അധ്യക്ഷൻ M. കരുണാനിധി സംസ്ഥാന ഗവർണർക്കും കേന്ദ്ര സർക്കാരിനും കത്തയച്ചു. കഴിഞ്ഞ മാസാവസാനം ജയലളിത ആശുപത്രിയിലായതോടെ സംസ്ഥാനത്ത് ഭരണസ്തംഭനമാണെന്നും കരുണാനിധിയുടെ കത്തിൽ പറയുന്നു. ഭരണ സംവിധാനം ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയില്ല. പല വകുപ്പുകളിലും ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇവയെല്ലാം തീർപ്പാക്കുന്നതെങ്ങനെയാണെന്നും സംസ്ഥാനത്തെ ഭരണസ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ടെന്നും കരുണാനിധി കത്തിൽ പറയുന്നു. അതേസമയം ജയലളിതയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അപ്പോളോ ആശുപത്രി അധികൃതർ ഇന്നലെ വൈകി പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനെക്കുറിച്ചും ആശങ്ക പടരുന്നു. ആരോഗ്യനിലയെക്കുറിച്ച് പരാമർശമില്ലാത്ത വാർത്താക്കുറിപ്പിൽ ജയലളിതയ്ക്ക് കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുകയാണെന്ന് പറയുന്നു. നിയമന വിവാദത്തിൽ ജാഗ്രത പാലിക്കേണ്ടിയിരുന്നുവെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ശാസിച്ചെന്നും നിയമനം റദ്ദാക്കിയിട്ടുണ്ടെന്നും പാലോളി വ്യക്തമാക്കി. തീർച്ചയായിട്ടും അതിൻ്റെ ജാഗ്രത വേണം, ആ കാര്യത്തിൽ തർക്കമില്ല. ഇത് അത്തരത്തിൽ ഒരു തെറ്റായ നടപടി സ്വീകരിച്ചു എന്ന് കണ്ട സമയത്ത് വിളിച്ച് ശാസിക്കുകയും അത് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. കുട്ടികൾക്ക് കളിച്ചു പഠിക്കാൻ ഇനി കളിപ്പെട്ടി പാഠപുസ്തകം. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് അറിവ് ലഭിക്കുന്ന രീതിയിലാണ് ITED സ്കൂൾ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കായാണ് കളിപ്പെട്ടി പാഠപുസ്തകം ഒരുക്കിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഗെയിമുകളിലൂടെ വിദ്യാർത്ഥികളിൽ അറിവ് നിറയ്ക്കുന്നതാണ് കളിപ്പെട്ടി എന്ന IT പാഠപുസ്തകം. സംസ്ഥാനത്തെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് കളിപ്പെട്ടി തയ്യാറാക്കിയത്. കുട്ടികൾ കളിച്ചു പഠിക്കാനായി കളികളിൽ പോലും അർത്ഥവത്തായ പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന എഡ്യു എന്റർടൈൻമെന്റ് രീതിയാണ് പാഠപുസ്തകത്തിലുള്ളത്. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭാഷയിലും ഗണിതത്തിലും പരിസര പഠനത്തിലുമെല്ലാം കുട്ടികൾക്ക് കളിപ്പെട്ടിയിലൂടെ അറിവ് നേടാൻ സാധിക്കും. പ്രൈമറി തലത്തിൽ IT പഠനം ശക്തമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ITED സ്കൂൾ പാഠപുസ്തകം തയ്യാറാക്കിയത്. വായന, ചിത്രവായന, കഥാചിത്രം, അടിക്കുറിപ്പ് തയ്യാറാക്കൽ, സംഖ്യാവ്യാഖ്യാനം, സംഭാഷണം തുടങ്ങിയവയിലൂടെ ഓരോ ഘട്ടത്തിലും കുട്ടികൾ ആർജിക്കേണ്ട അറിവുകൾ പാഠപുസ്തകം ഉറപ്പാക്കുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് IT പഠനം സാധ്യമാക്കുന്നതിനും അവരിലെ ശാരീരിക പരിമിതികൾ മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കളിപ്പെട്ടിയിലുണ്ട്. നവംബറിലാകും ഈ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിലെത്തുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.